നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് വിജയദശമി. നിങ്ങളെല്ലാവർക്കും എൻ്റെ ടീം സാർബിലും എൻ്റെ സാർബിലും വിജയദശമി ആശംസകൾ. ഇന്ന് മാർക്കറ്റ് ക്ലോസ്ഡ് ആണ്. ഇത് കാരണം നമ്മൾ ഇന്ന് കറണ്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇന്നലെ ലാസ്റ്റ് മാർക്കറ്റിന് 225 പോയിന്റ് കയറ്റി. മൻഹോത്ര സാറിന് നന്ദി പറയണം. മൻഹോത്ര സാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മോണിറ്ററി പോളിസി കണ്ടിന്യൂ ആകും എന്നതിന് ഇൻഡിക്കേഷൻ കൊടുത്തു. ഇനി മേൽക്കറ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഇപ്പം ചെയ്തില്ലെങ്കിലും പിന്നെ ചെയ്യുമെന്നാണ് പറയുന്നു. അതിന് ഒരുപാട് ലോൺ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഇന്ന് 3 ചീട്ടാട്ടത്തിന് ഒരുപാട് കൊടുക്കണമെന്ന് പറയുന്നു. അതായത് ആരെങ്കിലും ഇന്ത്യൻ സ്റ്റോക്ക് വാങ്ങിച്ചു വെച്ചിട്ടും ഇൻസ്റ്റായിട്ട് 1 കോടി രൂപ വരയ്ക്കും ലോൺ തരാം. ഇൻപ 25 ലക്ഷം രൂപയായിട്ടായിരുന്നു. പിന്നെ പറഞ്ഞ ഉടനെ മാർക്കറ്റ് പെട്ടെന്ന് കയറി. പാവ IPO മങ്ങാത്ത വയ്ക്കാൻ ആളില്ല. ചിമ്മികൻ മങ്ങാത്ത വരാൻ പോകുന്ന ഈ ക്വാർട്ടർ. കാരണം IPO ഫിനാൻസിന് ആൾറെഡി 25 ലക്ഷം രൂപ മങ്ങാത്ത ധരിക്കാൻ കൊടുക്കണം എന്നാണ് പറയുന്നു. അമോൺ ലൈക്ക് ദ മംഗളപ്പ ദെൻ ബിഗിൻസ് ഇൻ സ്റ്റാർട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞു വരുന്നു. മണ്ണപ്പ ധരിക്കാൻ വിട്ട കാരണം ഇത് മാർക്കറ്റ് വിപുലമായിട്ട് കയറിയിട്ടുണ്ട്. 700 പോയിന്റ് ബാങ്ക് നിഫ്റ്റി കയറിയിരിക്കുന്നു. അവിടെ പപ്പാസ് ലിസ്റ്റിൽ ഇതിനകത്ത് 1.5% കയറിയിരിക്കുന്നു. അമ്മോണ ഹാപ്പി ആയിരിക്കുന്നു. ബ്യൂട്ടോ സയൻസ് എഞ്ചിനീയറും ഇലക്ട്രിക് എഞ്ചിനീയർക്കും നന്ദി പറയുന്നു. ഒരുപാട് ദിവസം ഇങ്ങനെ പോകത്തില്ല. തിരികെ മാർക്കറ്റ് നോർമലിന് വരും. കാരണം ഇന്നലത്തെ RBI പോളിസി ഇനിയും റേറ്റ് ചെയ്തുവെങ്കിൽ ഇനിയും രൂപ വരും. അൺഒഫീഷ്യലായി 90 ബാങ്കിൽ പോയി ചോദിച്ചാൽ ബാങ്കിൽ പോയി ചോദിച്ചിട്ട് ഇപ്പോൾ 2 പോകാനും ചാൻസസ് ഇരിക്കുന്നു. ഇത് തന്നെ RBI പോളിസി. ഇതേന്താ പാവമാണ്. $500 മില്യൺ 3 മടങ്ങ് ജനങ്ങൾ കടം കൊടുക്കുന്നു എന്ന് പറയുന്നു. ആ വിധത്തിൽ നിങ്ങൾ ഡോളർ ഇൻട്രസ്റ്റ് കൊടുക്കും വേണ്ടി ആര് വേണമെങ്കിലും കൊടുക്കും. അതുമായിട്ട് ഇത് ഏതാണ്ട് കറണ്ട് പ്രോബ്ലം സോൾവ് ആയില്ല. 71 രൂപ കടം വാങ്ങിയതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 രൂപയിൽ കടം വാങ്ങിയിരിക്കുന്നു. അപ്പോൾ കടം വാങ്ങിയ മാത്രമേ വന്നിട്ട് 30% കയറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതുമാണ് യാതൊരു പല നല്ല കാര്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ ലിസ്റ്റ് വന്നിരിക്കുന്നു. അതിന് ഒരുപാട് സർപ്രൈസസ് ഒക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനും സ്വർണ്ണപ്പനെ കുറിച്ച് സംസാരിക്കാനും നമ്മളോടൊപ്പം ഉണ്ട്. എല്ലാവർക്കും ആശംസകൾ. അതെ, വിജയദശമി ആശംസകൾ. നമസ്കാരം സർ. ആശംസകൾ സർ. ഈ ഹറോൺ ലിസ്റ്റ് വന്നു. അതിൽ അംബാനി, അദാനി, SRK ആർക്കാണൊക്കെ അകത്ത് വന്നിരിക്കുന്നു സർ? അതൊക്കെ വന്നു സർ. കുറിച്ച് ചോദിക്കുന്നു സർ. പക്ഷെ അതിനു മുമ്പ് ഞങ്ങളെ പേഴ്സണയും കുറച്ച് ശ്രദ്ധിക്കണം അല്ലേ സർ? അതിനെ കുറിച്ച് നോക്കിയിട്ട് പിന്നെ അവരെ കുറിച്ച് നോക്കാം സർ. ആദ്യം മാർക്കറ്റിംഗിലെ തീരുമ്പോൾ 200+ പോയിന്റ് പോസിറ്റീവിലാണ് തീർന്നിരിക്കുന്നു. പക്ഷെ സെപ്റ്റംബർ മാസം $2.7 ബില്യൺ എന്ന് പറയുമ്പോൾ ആവറേജ് നോക്കുമ്പോൾ 10,000 കോടി രൂപ, 22,000 കോടി രൂപ. ഓക്കെ സർ, 22,000 കോടി രൂപ മാർക്കറ്റിനെ വിട്ട് വെളിയിൽ പോയിരിക്കുന്നു. പക്ഷെ മാർക്കറ്റിനെ ഇന്ന് കയറ്റി വെച്ചിരിക്കുന്നു. ഓക്കെ സർ, ഇന്ന് മാത്രം കയറ്റി വെച്ചിരിക്കുന്നു. RBI കൊടുത്ത ന്യൂസ് മാത്രം തന്നെ കാരണമാ? രാവിലെ വളരെ ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ആയി. മുകളിൽ കയറിയതിന് കാരണം നിങ്ങൾ മഞ്ചാസ്തയ്ക്ക് എപ്പോഴും വേണമെങ്കിൽ കൊടു എന്ന് പറഞ്ഞതാണ്. 4 മടങ്ങ് എക്സ്ട്രാ ചെയ്തിരിക്കുന്നു. 35 ലക്ഷം രൂപയുടെ മഞ്ചാത്ത ലിമിറ്റിന് 1 രൂപയായിട്ട് കയറ്റിയിരിക്കുന്നു. 1 ലക്ഷം ഇരുന്ന IPO ലിമിറ്റിന് 5 ലക്ഷം രൂപ ആക്കിയിരിക്കുന്നു. വരും മഞ്ചാപ്പ കളിക്കാൻ നിങ്ങൾ വരെ വിഷമിക്കരുത് എന്നാണ് പറഞ്ഞവൻ വിളിക്കുന്നു. പ്രിയങ്കാശുവിനെ എടുത്ത് മഞ്ചാത്ത കളി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് മാർക്കറ്റ് കയറത്തില്ല? മാർക്കറ്റ് കയറാതെ ചെയ്യും. അരെ സാർ, ഈ കാശിനെ വാങ്ങും പോലത്തെ ഇതെന്നാ വന്ന് എന്നെ പോലെ പറഞ്ഞ രൂപ സ്റ്റോക്കിൽ വെച്ചിരിക്കുന്നു. ഇപ്പൊ ഈ ബാൻഡിൽ കൊടുത്ത 6 ലക്ഷം രൂപ കൊടുക്കും. 6 ലക്ഷം രൂപ വെച്ച് മിങ്ങപ്പ തരിക്കാമല്ലോ നീ. പ്ലെഡ്ജ് എന്ന് പറയുന്ന പോലെ സാർ. അതേ തന്നെ ലക്ഷം രൂപ വച്ചിരിക്കുന്നു. പാക്കറ്റ് കയറുന്നു. 1.7 ലക്ഷം രൂപ കാര്യം 7 ലക്ഷം രൂപയ്ക്ക് നീ സ്റ്റോക്ക് വാങ്ങിയിടും. അതിന് 14% മട്ടി വാങ്ങും. ഏറെങ്കിലും കൃഷിയായിരിക്കുമില്ലേ? ലക്ഷത്തിന് കയറുമ്പോൾ നീ മണ്ണാത്ത കെട്ടുമല്ലേ? ബ്രോക്കറിന്റെ കമ്മീഷൻ, താങ്ങിന് പ്രോസസിംഗ് ഫീ പ്ലസ് ഇൻട്രസ്റ്റ് തലേന് വെള്ളത്തുണ്ട്. ഞാനും പറയും കഴുതി മാർക്കറ്റിംഗ് വെറും മ്യൂച്വൽ ഫണ്ട് മാത്രം കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് വന്ന് മങ്ങാത്ത കരുതി നട്ടാടാൻ വരൂ എന്നാണ് പറയുന്നു. IPO 110 സബ്സ്ക്രിപ്ഷൻ വേണമല്ലേ? വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ IPO ഫൈനാൻസിങ്. എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ബിസിനസ്സിൽ പാർട്ട്ണറായിട്ട് കാശ് ഇടേ എന്നാണ് പറയുന്നു. എന്തിനാണ് നീ ഫൈനാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു? സർ പറഞ്ഞ കണക്ക് നോക്കിയാ IPOയിൽ ഞാൻ ഇടുമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ എന്റെ ലേൺ അക്കൗണ്ടിലെ കണക്കിടണം. ലീൻ അക്കൗണ്ട് നീ 5 ലക്ഷം രൂപ ഇപ്പെങ്കിൽ 20 ലക്ഷം രൂപ തരും. 25 ലക്ഷം രൂപയ്ക്ക് നീ അപ്ലൈ ചെയ്യാം. അക്കൗണ്ടിന് ആ കാശ് വരും. അവ അക്കൗണ്ടിന് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ മാച്ച് ചെയ്യും. ഒരു ദിവസത്തിൽ ആ കാശിന് ജെറ്റ് 5 ഷെയർ വയ്ക്കും. സെക്യൂർ മന്ദാത്ത ലെൻഡിങ്. ഓക്കെ സാർ, ഫൈൻ.
അത് നോക്കാൻ നല്ല കാര്യം പോലെ തോന്നാം. Basically enjoying Mangata. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ല അതന്നെ. പദം പാത്ത് വരച്ചിട്ടുണ്ട് അല്ലേ? അതിന്റെ ശേഷം അമ്മയാറിന് എംഐക്ക് ടാക്സ് വരും, ബ്രോക്കറിന് കമ്മീഷൻ വരും, അമ്പിന് വട്ടി വരും, മങ്കാത്ത എല്ലാം നിങ്ങളെ മാർക്കറ്റിൽ നിന്ന് എടുക്കും അല്ലേ പോക്കറ്റിൽ സർ? നിന്നേ എടുക്കും. ഓക്കെ സർ. 2.7 ബില്യൺ ഇന്ത്യയെ വിട്ട് വെളിയിൽ ഒരു പോയിരിക്കുന്നു. പൈത്തേക്കാരൻ അതിനെ എടുക്കൊണ്ടേ പോകുന്നു. ചുമ്മാ അതിനെ കുറിച്ച് സംസാരിച്ചിരിക്കാതെ ഈ മാസം ഒരു $2 billion ഇനി എടുക്കും. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പിഴയ്ക്കാൻ അറിയാത്തവൻ അവ എടുത്തോണ്ട് പോകുന്നു. ഇന്റർപ്രിട്ടേഷൻ മാർക്കറ്റ് വീഴുന്നത് നിൽക്കുന്നില്ല അല്ലേ സർ? അതെ. അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ ഫൈൻ സർ. അതായത് അമ്മയാർ മങ്ങാത്തയും ടയറിൽ പമ്പ് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. വേറെ 2 സ്ഥലങ്ങളിൽ ആണി കുത്തിയിരിക്കുന്നു, കാറ്റ് പെട്ടുകൊണ്ടിരിക്കുന്നു. റൈറ്റ് സർ. ഓക്കെ സർ. അടുത്തത് ടാറ്റ മോട്ടോഴ്സ് 5.5% സർ. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1-ാം തീയതി ഈവനിങ് 4 മണിക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അകത്ത് തീർന്നിരിക്കുന്നു. ഈ സമയം 5.5% ടാറ്റ മോട്ടോഴ്സ് കയറിയിരിക്കുന്നത് സർ. ടാറ്റ മോട്ടോഴ്സ് ഒക്കെ കിടപ്പിലായി, ഇനി വലുതാവൊന്നും കയറത്തില്ല. മാരുതിയിൽ ഇട്ടിരിക്കും. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ മിസ് ചെയ്ത് എന്നൊക്കെ പറയും. കയറത്തില്ല. ഇന്നത്തെ ഒന്ന് കമന്റ്സ് പറയട്ടെ വന്നു സർ. നിനക്ക്. ഒന്നും വിഷമിക്കേണ്ട. 1000 കൺസിഡർ ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയുമെന്ന് വെച്ചാൽ കമ്പനി 2 പിരിക്കുന്നു. കമേഴ്ഷ്യൽ വെഹിക്കിൾ ഒന്ന് ഇന്നൊന്ന് പാസഞ്ചർ then will വെഹിക്കിൾ be greater than parts. இந்த വർഷത്തെ മഹം 2 ചേർന്ന് ഒരു 1500 രൂപയ്ക്ക് വരും. will be greater than parts എന്ന് പറയുമ്പോൾ 1+1 അവ to 3 3 വരും. പോരെ സർ? എന്നുവെച്ചാൽ കമേഴ്ഷ്യൽ വെഹിക്കിൾ തനിയെ അശോക് എൻ്റെ ഒപ്പം പോട്ടിയിടും. തനിയെ യുവാക്കോയിനെ വാങ്ങി തനിയെ ഗോൾ അടിച്ചുകൊണ്ടിരിക്കും. ഇവൻ തനിയായിട്ട് ഇവനെ ഓട്ടിക്കൊണ്ടേയിരിക്കും. ടാറ്റ ക്യാപിറ്റലിൽ വരെ 4% ഷെയർ ഇരിക്കും. ടാറ്റ ടെക്നോളജീസിന്റെ ഷെയർ ഇരിക്കുന്നു. വാല്യൂ അൺലോക്കിംഗ് എന്ന് പറയും. ഒക്ടോബർ ഇന്നിലിരുന്ന് തനി ബിസിനസ്സാണ് നടക്കുന്നു. ഒക്ടോബർ 14-ാം തീയതിയാണ് റെക്കോർഡ് ഡേറ്റ്. ഓക്കെ സാർ, ഇതിന് 2 ബിസിനസ് തനി ബിസിനസ്സാണ്. സൈക്ലിക്കൽ ബിസിനസ് ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് ഡെവലപ്പ് ആകും. ടൈൽ വെഹിക്കിൾ, അതെ, കമേഴ്ഷ്യൽ വെഹിക്കിൾ. ഒരു വലുതായിട്ട് പാസഞ്ചർ വെഹിക്കിൾ ഡെവലപ്പ് ചെയ്ത കാരണം അതിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഫൈനാൻസിങ് വീസിങ് എന്നൊക്കെ ഇട്ട് നല്ല അതിനെ ഡെവലപ്പ് ചെയ്യും. ഇവാക്കോയിലിരുന്ന് ടെക്നോളജിയൊക്കെ കൊണ്ടുവരും. ഈ എൻഡ് മിഡും ലോ എൻഡ് മിഡ് വിശ്വാക്ക് തനിയെ കളക്റ്റും. തനി ബാലൻസ് ഷീറ്റ് കൊടുത്തു. സൈഡ് JLR, ആ സൈഡ് ടാറ്റ പാസഞ്ചർ. ഇപ്പം ഈ സൈഡ് ഇലക്ട്രിക് കാർ, ഇതും അല്ലാതെ ടാറ്റ ക്യാപിറ്റലിന് കാശിട്ട് നോക്കും. അത് ഇല്ലാமல் ടാറ്റ ക്യാപിറ്റലിന് കാശ് നോക്കിക്കൊണ്ടിരിക്കും. കൺസിഡർ ചെയ്തത് 5 കമ്പനി: ALR, ഇലക്ട്രിക്, അസഞ്ചർ, ടാറ്റ ക്യാപിറ്റൽ. അങ്ങനത്തെ കളിക്കാൻ പോകുന്ന ടാറ്റ ക്യാപിറ്റൽ, ടാറ്റ ടെക്നോളജീസ്, അക്കോ, കമേഴ്ഷ്യൽ വെഹിക്കിൾ. ഒരു വലിയ കമ്പനിയാണ് എടുത്തിരിക്കുന്നു. പ്രിറ്റ്സ സൈക്കിൾ വന്നിട്ട് ബഫറ്റിന്റെ ബാക്ക് ഷെയർ $10 billion CKMX അക്വിസിഷൻ തീർക്കാൻ പോകുന്നു പറയുന്നു. സിക്കാമ്പ് എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒക്സിഡന്റൽ പെട്രോളിയം എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇരിക്കുന്നു. അതെ, US-ൽ കുറച്ച് ബഫറ്റ് വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. ടിഫൻ കോഫി റേഞ്ചിൽ കൊടുത്താണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കടനെ കുറയ്ക്കുന്നു എന്ന് പറയുന്നു. അവരെ കടനിലെയും ബഫറ്റ് അപ്പൂപ്പൻ്റെ കടലിൽ നിന്ന് കുറച്ച് കുറയ്ക്കുന്നു. ശരി, നിൻ്റെ അടുത്ത് ഒരു പെട്രോ കെമിക്കൽ ഡിവിഷൻ ഇരിക്കുന്നല്ലേ? ഇസ്ല വന്നിട്ട് റിഫൈനറിയും പെട്രോ കെമിക്കലും ഇരിക്കുന്നു. പെട്രോ കെമിക്കൽ മാത്രം തനിയായിട്ട് എനിക്ക് താഴെന്ന് ചോദിച്ച് വാങ്ങിയായിരുന്നു 10 ബില്യണിന്. സർ ഫൈൻ. അപ്പോൾ അത് തന്നെ ആപ്സിക്കുന്നത് സർ. അവരിങ്ങനെ തന്നെയാണ് ഡീൽ സംസാരിക്കും സാർ. വേറെ എന്താ എക്സാമ്പിൾ പറഞ്ഞായിരുന്നല്ലേ സാർ? ട്രെയിൻ ക്യാമ്പയിനിൽ ഒരു വലിയ പൊസിഷൻ വെച്ചായിരുന്നു. എന്ന് ചോദിച്ചെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കാശെന്താ പുറാസൽ ബാറ്ററിയെ മറ്റും എനിക്ക് താന്ന് ചോദിച്ചായിരുന്നു. അസൽ ബാറ്ററിയും പോകുമെന്ന് പറഞ്ഞ് അവൻ കൊടുത്തു. 10 വർഷമായിട്ട് ഡൂറാസൽ അവർ ചെയ്തുകൊണ്ടേ തന്നെ ഇരിക്കുന്നു ആപ്പൂപ്പൻ. പക്ഷേ സാർ കറക്റ്റ് ആയിട്ട് മുമ്പേ എന്ത് നടക്കുമെന്ന് അറിഞ്ഞാണ് അവർ ചെയ്യപ്പെടുന്നു അല്ലേ സാർ? അസൽ ബാറ്ററി ഇന്നും മാർക്കറ്റിൽ ഇരിക്കുന്നല്ലേ? അതെ സാർ, ഇന്നും മാർക്കറ്റിൽ നന്നായിരിക്കുന്നു. ബാറ്ററി വാങ്ങുന്നല്ലേ ജനങ്ങൾ? അതേ സാർ സത്യം, ജനങ്ങൾ വാങ്ങുന്നു. അത് കാശ് നോക്കിണ്ടല്ലേ ഇരിക്കുന്നു. ഒരു പ്രാവശ്യം നീ ഡൂറാസൽ വാങ്ങുന്ന സമയം നീ അപ്പൂപ്പന് കാശ് കൊടുത്തുകൊണ്ടാന്നിരിക്കുന്നു. ₹1 ₹2 കൂടുതൽ ഇരുന്നാലും അത് ലോങ് ലാസ്റ്റിംഗ് എന്ന ഒരു ഫീൽ ഉണ്ട് സാർ. ഇപ്പം കണ്ട ഇത് വഴിയായിട്ട് താത്തയ്ക്ക് പോയിക്കൊണ്ടല്ലേ ഇരിക്കുന്നു. RBI ഡൽഹി RBI വഴിയായിട്ട് അപ്പൂപ്പന് പോയിക്കൊണ്ടല്ലേ ഇരിക്കുന്നു. വേൾഡ് ഫുള്ളായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഡ്യൂറാസെൽ തന്നെ. റിമോട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുന്നീ സെൽ തന്നെ. സാർ അടുത്തത് വേദാന്ത വന്നിട്ട് 500 അതെല്ലാം ഞാൻ പറഞ്ഞായിരുന്നല്ലേ? ഓക്കെ സാർ, പറഞ്ഞായിരുന്നു. ഓവർ സബ്സ്ക്രൈബ് 3 times ആയിരിക്കുന്നു. അതുകൊണ്ട് എന്താ ഇപ്പോൾ വട്ടി എത്രയാണ് കൊടുത്തത്? ഓക്കെ സാർ, കറക്റ്റ് തന്നെ സാർ. വേദാന്തയെ കുറിച്ച് അത് ഇതൊന്നും പറഞ്ഞപ്പോഴേ ആ ഷെയറിനെ നോക്കാനേ ഞങ്ങൾക്ക് കുറച്ച് പേര് ലോണല്ലേ കൊടുത്തിരിക്കുന്നു. എല്ലാവരും അടവ് വെച്ച് ലോണല്ലേ കൊടുത്തിരിക്കുന്നു. $10 10.5% കൊടുക്കുന്നു പറഞ്ഞാൽ നീ തന്നെ വാങ്ങും. ഉണ്ടെന്ന് പറഞ്ഞാലും എന്ത് റിസ്ക്? മൈൻഡ് ഗീന് ഫാക്ടറി ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. ഓക്കെ സാർ, അടുത്തത് റിലയിങ് അസറ്റ് ഇരിക്കുന്നു സാർ. അതിരുന്നിട്ട് അടുത്തത് ഇന്ത്യൻ ബില്ലേണിയേഴ്സ്. അതായത് 358 പേരും ഇന്ത്യൻ ബില്ലേണിയേഴ്സ് ആയിട്ട് ഇരിക്കുന്നു. 8,800 കോടി രൂപയാണ് ഇതുവരേക്കും ഇരിക്കുന്ന ആൾക്കാർ വന്നിട്ട്
ഏതൊരു പരമ്പര ബിസിനസ്മാൻ ആയിരിക്കും എങ്കിൽ ഈ സ്റ്റാർട്ടപ്പ് ഗീറ്റപ്പ് എന്ന് പറഞ്ഞ് പഠിച്ച് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. ബൈജു ഫ്ലിപ്കാർട്ട് കാറ്റൊക്കെ വിറ്റതിന് ഒരു എമൗണ്ട് വന്നല്ലേ സാർ? വന്നു. ബൈജു വരാതെ പോയി. ആ ഷോല പോലത്തെ ജനങ്ങളൊക്കെ ഇരിക്കും. സിനിമാക്കാരരൊക്കെ ഈ ലിസ്റ്റിലേ ഇരിക്കത്തില്ല. എന്ന് വെച്ചാൽ ശമ്പളത്തിന് വാങ്ങിക്കൊണ്ട് പോകും. 2 സിനിമാക്കാരൻ ലിസ്റ്റിൽ ഇരിക്കുന്നു. ഒരുത്തൻ ബില്ലേനിയർ, താഴെ ബില്ലേനിയർ ഇല്ല. ബില്ലേനിയർ ഇരിക്കുന്ന ആള് ഷാറുഖ് ഖാൻ. തമിഴ് എല്ലാവരും വിചാരിക്കും അവൻ സിനിമ നടിച്ച് വലിയ പണക്കാരനായെന്ന്. എന്ത് ചെയ്തെന്ന് വെച്ചാൽ 25 വർഷത്തിന് മുമ്പ് 2002-ൽ സിറ്റീസ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. കമ്പനി ആ പ്രൊഡക്ഷൻ കമ്പനി. പ്രൊഡക്ഷൻ മാത്രമല്ല, PFS സ്റ്റുഡിയോ എല്ലാം വച്ചിട്ടുണ്ട്. സിനിമ A to Z എല്ലാം വച്ചിട്ടുണ്ട്. അവൻ നടിക്കണമെന്നും കൂടെ ആവശ്യമില്ല. ബോളിവുഡിൽ ആരെങ്കിലും സിനിമ എടുത്തുവെങ്കിൽ എങ്കിലും ഒരു സ്ഥലത്തിൽ റെഡ് ചില്ലിയെ തൊടും. ബിസിനസ് വച്ചിരിക്കുന്നു. അവൻ കറക്റ്റാக വന്ന് കൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് എടുത്തു. കരീബിയൻ പ്ലെയിനിലും കാശിട്ടായിരുന്നു. ശേഷം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആഫ്രിക്കയിലും ഒരു ലീഗിൽ കാശിട്ടു. വന്നിട്ട് അതിൽ നടിച്ച ഹീറോയിൻ ജൂഹി ചായും അവരുടെ ഹസ്ബൻഡും പാർട്ട്ണറാണ്. വന്നിട്ട് സെക്കൻഡ് ഇൻ ദ ലിസ്റ്റ് 8,000 കോടി. 2 പേരും തന്നെ ബില്ലേനിയർ. സാർ പക്ഷേ അടുത്തത് വന്നിട്ട് റോഷൻ. അവരും സിനിമയിൽ നടിച്ച് സമ്പാദിച്ചതല്ല. അവർ ഒരു ഫാഷൻ കട വച്ചിരിക്കുന്നു, എക്സ് ഫാഷൻ എന്ന്. അതെ സാർ, ഇത് ഒരു എക്സ്ഫേസ് ബ്രാൻഡാണ് സാർ. ഇതോ ഒരു ജെട്ടി ബനിയൻ വിൽക്കുന്നു എന്ന് വെച്ചോ. ജെട്ടി ബനിയനൊക്കെ വിറ്റ് 2,000 ബില്യൺ വച്ചിരിക്കുന്നു. 60 കോടി സാർ. ജൂഹി ചായിൽ 770 അപ്പോൾ 7,000 സോറി കോടി. സാർ 7,800 കോടി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വെറും കൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് ആണ്. കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിനെ കുറിച്ച് ലളിത് മോഡിയുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ നോക്കിയായിരുന്നു സാർ. ഞാൻ പോയി ഷാറുഖ് ഖാന്റെ അടുത്ത് ഒരു ടീം വാങ്ങുമെന്ന് ഞാൻ പറഞ്ഞു. ക്രിക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, എങ്ങനെയാണ് നീ എൻ്റെ അടുത്ത് വന്ന് ഈ ടീം വാങ്ങുന്നു എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു ചിരിച്ചായിരുന്നു. വിൽ ഗൈഡ് യു ഓൺ എവറിത്തിങ്. നീ കൽക്കട്ട നൈറ്റ് റൈഡർ വാങ്ങും എന്ന് പറഞ്ഞു. പക്ഷെ നീ മാച്ചിന് മാത്രം നീ വന്നോണ്ടേയിരിക്കണം. തന്നെ ഞാൻ ഷാറുഖ് ഖാന്റെ അടുത്ത് പറഞ്ഞ ഒരേ കാര്യം, ടീമിനെ വാങ്ങ്, പക്ഷെ മാച്ച് നടക്കുന്ന സമയം നീ സ്റ്റേഡിയത്തിൽ വന്ന് ഇരിക്കണം. ഡാൻസ് ഒക്കെ ആട്, ആ സ്റ്റേഡിയത്തിൽ അത് നീ ഇരിക്കണം എന്നാ പറഞ്ഞത് തന്നെ ഞാൻ വാങ്ങാൻ വച്ചു എന്ന് പറഞ്ഞായിരുന്നു. എന്നാ വാങ്ങിയായി സാർ അതിനെ ഏറ്റാ പച്ചുരുങ്ങി ലിസ്റ്റിൽ ഇരിക്കുന്നു സാർ. 600 കോടി. അത് അവൻ മാത്രമല്ല, അവൻ്റെ ഒരേ മുകളിൽ ചെറുക്കനെല്ലാം ചേർത്താണ് അത് വരുന്നത് കണക്ക്. ഒരാളെ നോക്കുമ്പോൾ അത് വരച്ച് കുറവ്. പാസ് അല്ല, വന്ന കാൻ എവിടെ ഇരിക്കുന്നു, നീ എവിടെ ഇരിക്കുന്നു? ഒരു ബാൻക്രപ്റ്റ് ഒരു ലെവൽ പോയിട്ട് വന്നവരല്ലേ സാർ? ഇപ്പം നീ സിനിമ ബിസിനസ് ചെയ്തില്ലല്ലോ. പയ്യൻ ബിസിനസ് ചെയ്ത് ഇങ്ങനെ ചെയ്തല്ലേ. പയ്യൻ നല്ല പോയാ ചെയ്തു അല്ലേ. കാരണം തമിഴ്നാട്ടിലിരുന്ന് ആരും ഈ ലിസ്റ്റിലില്ല. ഈ സിനിമക്കാരുടെ എല്ലാവരും ഷാറുഖ് ഖാൻ അല്ലേ സാർ? എങ്കിലും ആരുമില്ല. നിങ്ങളൊക്കെ അകത്ത് വെച്ചിരിക്കും സാർ, വെളിയിൽ പറയത്തില്ല. കാരണം ബ്രാൻഡ് കീണ്ടൊക്കെ ഇട്ട് ഒന്നും ചെയ്യാൻ അറിയുന്നില്ല. ഓക്കെ, ഞാൻ ഇനിയൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ITC ഗാഡ്സ് ഓഫ് ഫിലിപ്സ് ഒരേ വർഷത്തിൽ 3 മടങ്ങ് കയറിയിട്ടുണ്ട്. ITC 12% കയറി എന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാർ കരഞ്ഞു. നിങ്ങളടുത്ത് ഒരുപാട് ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ TC ഒരു സിഗരറ്റ് കമ്പനി അല്ല. TC is not a cigarette company, FMCG company. Cigarette is a part of it. അതെ, അത് ഇയർലിയർ ഇറ്റ് വാസ് എ സിഗരറ്റ് കമ്പനി. അത് 20 വർഷത്തിന് മുമ്പ് തൊട്ടും അതിൽ കൺഫേം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സിഗരറ്റ് 10-ൽ 11 ആണ്. ഒരു കാര്യം എന്താണ് നമ്മൾ ഗോൾഡ് ഫ്രം ഇത് കൺസിഡർ ചെയ്തില്ലെന്ന് വെച്ചാൽ, അനിയനും ചേട്ടനും 2 പേര്, ഇടയ്ക്ക് അമ്മയും ഉണ്ട്. 3 പേര് ഗുസ്തിയാണ്. അവർക്ക് ഇന്ത്യയുടെ അടുത്ത് കൂടെ പറയാൻ പറ്റില്ല. സാർ പറഞ്ഞത് തന്നെ ആദ്യമേ, ഒരമ്മയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരാൾ സമീർ മോദി, ഒരെണ്ണെ പേടിച്ചുകൊണ്ട് ഫോറിനിലിരിക്കുന്നു. ഒരു മോദി എന്ന ആൾ വേണ്ടാത്ത കാര്യത്തിൽ അകത്ത് പോയി എയർപോർട്ടിൽ പോയി ജയിലിൽ പോയി ഇരിക്കുന്നു. അമ്മ വന്ന് മക്കളുടെ മുകളിൽ കേസ് ഇട്ടിരിക്കുന്നു. പോലത്തെ കോർപ്പറേറ്റ് അലവൻസ് ഒന്നും നമുക്ക് ആവശ്യം റൈറ്റ് സാർ. സാർ കമൻറ്റ് ഇടുന്ന മുമ്പ് വീഡിയോ നോക്കണം സാർ. ഓക്കെ സാർ, ഗോൾഡ് ഇതൊന്നും ഇല്ലേ സാർ? ഒരു അവസാനം ഇല്ലേ സാർ ഗോൾഡിന്? 1900 താണ്ടി എന്നാണ് പറയുന്നു. ഒക്കെ പറയേണ്ട സാർ, അത് കുറച്ച് വേദനിക്കും. 10,890 അവിടുത്തെ ഒരു പൗണ്ടിന് എത്ര എന്ന് നിങ്ങൾ ചോദിച്ചാവുണ്ടല്ലേ സാർ? മനസ്സ് വിഷമിക്കും സാർ. 10,890 ഇരിക്കുന്നു സാർ. ഇന്നലെ ഇരുന്നു, രാവിലെ തുറക്കുമ്പോൾ എത്ര ഇരിക്കും നോക്ക്, ഡിഫറൻസ് എങ്ങനെയെന്ന്. ഇതിനെ വിട്ടുകൊണ്ട് വെളിയിൽ വരാൻ പറ്റുന്നില്ല. 10,830 റേറ്റിലുള്ള ഗോൾഡ് ഇനി 60 രൂപ കൂടി 10,950 രൂപ വരെ വന്നിട്ടുണ്ട്. ഇന്ന് അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. കാരണം ഗാന്ധി ജയന്തി. ഗോൾഡ് മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരിക്കും, ബാങ്ക് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. നാളെ രാവിലെ തന്നെ നമുക്ക് അറിയുള്ളൂ ഇന്ന് അമേരിക്കയിൽ എന്താണ്, നാളെ എന്താണ് എന്ന് കയറിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ഈ ദിവസം അമേരിക്കയിൽ ഫലം എന്താ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും.
ഈ ഷട്ട് ഡൗൺ ഗോൾഡ് റേറ്റ് ഇനിയും ഹൈ ആകാൻ US ബഡ്ജറ്റ് ഷട്ട് ഡൗൺ എങ്ങനെ ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന് പരസ്പരം വാഗ്വാദം ഉണ്ടെങ്കിൽ ഗോൾഡ് ഇനിയും കയറി 11,000 രൂപ വരെ പോകാൻ സാധ്യത ശരിക്കുമുണ്ട്.